യെസ്, അങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള മായ മണികണ്ഠൻ മജീഷ്യൻ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു വെരി മച്ച്. ഷേക്കാനൊക്കെ തരാൻ പറ്റുമോ? അപ്പോഴത്തേക്കും മറ്റേ ഫോട്ടോ കോപ്പി പോലെ മൈൻഡ് അങ്ങ് റീഡ് ചെയ്ത് കളയോ? ഒന്നുമില്ല. പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും. മെന്റലിസം, മാജിക് ആൻഡ് ബലൂൺ ആർട്ട് ആണോ? ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു കലയല്ല, വ്യത്യസ്തങ്ങളായ കലകളെ തമ്മിൽ കോർത്തിണക്കുമ്പോഴത്തേക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെർഫെക്റ്റ്. തുടങ്ങിയാലോ എന്നാ? ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും എന്റെ ആക്ടിലേക്ക് പോയിക്കോട്ടെ. ശരി. ഓക്കെ. ഹായ്, ഹലോ, ഞാൻ നിങ്ങളെ സ്വന്തം മായ മണികണ്ഠൻ. ഇത് ഇവിടെ പറയേണ്ട കാര്യമില്ലെന്നറിയാം, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വളരെ വിഷമാണല്ലോ, ഉറക്കം വരത്തില്ല. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞാലും ഉറക്കം പോവും. അതൊരു വിഷയമാണ്. അല്ല, എനിക്ക് വിചാരിച്ചതല്ല കേട്ടോ അതിന്റെ ഉദാഹരണം, അതല്ല. എനിവേ, ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. അതായത് വിപിൻ ചേട്ടാ, ഞാനൊന്നും അങ്ങോട്ട് വന്നോട്ടെ. ചേട്ടാ എന്നാ ഹെൽപ്പ് ചെയ്യാലോ അല്ലേ? പിന്നെ ഇവിടെ ഇക്കും പക്രു ചേട്ടനൊന്നും പരാതിയില്ലല്ലോ അല്ലേ? പരാതിയില്ല. അപ്പൊ എന്റെ കയ്യില് സന്തോഷമല്ലേ ഉള്ളൂ. എന്റെ കയ്യില് കുറച്ച് പിക്ചറുകളുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ പിക്ചറുകള് എന്താണെന്ന് ആദ്യം കാണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരിദൂഷണത്തിന്റെ ശാസ്ത്രത്തെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ പരിദൂഷണം പറയുന്നതെന്ന് വെച്ചാല്, നമുക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആരുടെടുത്തെങ്കിലും പറയണമോ വേണ്ടയോ എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കും. പക്ഷെ നമുക്ക് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം പെട്ടെന്ന് അറിയുമ്പോൾ അത് ആരുടെടുത്തെങ്കിലും പറയാൻ ഒരു വ്യഗ്രത ഉണ്ടാവും. കറക്റ്റ് അല്ലേ? അതെ. ചേട്ടൻ അത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ചേട്ടൻ അതിനെ സെലക്ട് ചെയ്തത്. ഓക്കെ, എനിവേ, ഇതിൽ കുറച്ച് പിക്ചറുകളുണ്ട്. ചേട്ടൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ചേട്ടൻ നിന്ന് ജസ്റ്റ് ഒന്ന് ആരും കാണാതെ ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാനും കാണാതെ ഓപ്പൺ ചെയ്ത് എന്താണോ കിട്ടുന്നത് അത് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ അടയ്ക്കുക. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒരു കാർഡ് തരാം. അവിടെ വേണമെങ്കിൽ മനസ്സിലാക്കിയിട്ട് ആ കാർഡ് വയ്ക്കാം. ഓക്കെ, റെഡിയാണോ? ചേട്ടൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തോളൂ. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. ഒറ്റ ഓപ്പൺ ചെയ്തോ? വെച്ചോളൂ ചേട്ടാ. കണ്ടല്ലോ ചേട്ടാ? ഓക്കെ, കണ്ടു. അത് മനസ്സിലുണ്ട്, വേറെ ഒന്നും മനസ്സിലില്ല. ഓക്കെ, ബാക്കിയുള്ള ഒന്നും ഞാൻ കാണിക്കുന്നില്ല. കാണിക്കേണ്ട റീസൺ ഞാൻ ഈ പറഞ്ഞതുപോലെ ചേട്ടന്റെ മനസ്സിൽ ഒരു ആവശ്യമില്ലാത്ത ഏതോ ഒരു പിക്ചർ ഉണ്ട്. അത് പുറത്തേക്ക് പറയാനുള്ള ഒരു വ്യഗ്രത. പക്ഷെ ഒരു കാരണവശാലും പറയരുത്, ദൈവത്തെ ഓർത്ത്. ഇത് ഞാൻ എല്ലിനെ ഏൽപ്പിക്കട്ടെ. തുറന്ന് നോക്കരുത്. സൂക്ഷിച്ച് ഇവിടെ വെച്ചിട്ട് കൈ എങ്ങനെ വെച്ചു. ഓക്കെ, തുറന്ന് നോക്കരുതേ. ഓക്കെ, ഹൃദയമാണ് ഞാൻ വെച്ചിട്ടുണ്ട്, തുടിക്കുന്നുണ്ട്. അത് കൊടുക്കാനായിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഹൃദയം തന്നെ വെച്ചിരുന്നത് കേട്ടോ. അവന്റെ മനസ്സിലുള്ള പിക്ചർ എന്താണെന്ന് എനിക്കറിയാം. എനിവേ, അപ്പോ എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്. അതുണ്ട്, എപ്പോഴും ഉണ്ട്. അത് എന്നിലേക്ക് ആവേഹിക്കരുത് കേട്ടോ, പ്ലീസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്രു ചേട്ടാ, ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആർക്ക് വേണമെങ്കിലും അതിലൊരാൾക്ക് ഒരു കളർ പറയാമോ? യെല്ലോ ആണ് പറഞ്ഞല്ലേ? ഐ എം വെരി സോറി. ഞാനിവിടെ റെഡ് ആണ് എടുത്ത് വച്ചിരുന്നത്. ചേട്ടൻ ഇല്ല പറയുന്ന ചേട്ടൻ പ്രതീക്ഷിച്ചില്ല. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യം. ഞാൻ പറയുന്നില്ലല്ലോ, ഞാനത് എന്ത് ചെയ്യുന്നു, അത് ഇവിടെ വച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ? പക്ഷെ ചേട്ടൻ അത് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഒരു ആഗ്രഹമുണ്ട്. എല്ലാണല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടന്റെ ഇഷ്ടപ്രകാരം യെല്ലോ ബലൂൺ ഉപയോഗിച്ചിട്ട് ചേട്ടന്റെ മനസ്സിലുള്ള ഒരു ഒബ്ജക്റ്റ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതായത് എനിക്ക് ബലൂണിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് ഫോട്ടോസ് ആണ് അതിലുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലേ? ഇപ്പൊ റൂട്ട് ക്ലിയർ ആയി. അപ്പൊ ഇനി മാജിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മള് പെർഫോമൻസിലേക്ക് പോവാം. ചേട്ടന്റെ കാഴ്ചപ്പാടില് അതെനിക്ക് ബലൂണിൽ ചെയ്യാൻ പറ്റുന്നൊരു വസ്തുവാണോ? പിന്നെ ആണ്. ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇത്രയും ഈ സെറ്റപ്പില് ഇത്രയും വലിയൊരു പ്രോഗ്രാമില് താനിങ്ങനെ ഒന്നും ധൈര്യമായിട്ടൊന്നും നിൽക്കില്ലല്ലോ. എനിവേ, ചേട്ടന്റെ കാഴ്ചപ്പാടിൽ ഇത് എത്ര ബലൂൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും? അതിനെപ്പറ്റി എനിക്ക് ഐഡിയ ഇല്ല, അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒന്നായിരിക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുക്കാം. അല്ല, ഇവന്റെ മനസ്സിലിതായിരുന്നോ? എന്റെ മനസ്സിലിരിപ്പിതായിരുന്നോ? അതൊന്ന് വേഗം രൂപത്തിലേക്കാക്കൂ. വേഗം രൂപത്തിലേക്കാക്കൂ, ഇല്ലെങ്കിൽ സ്പീഡാക്കണമെന്നാണ് പറയുന്നത് അല്ലേ? എന്തെങ്കിലും ചേട്ടന്റെ മനസ്സിലുള്ള ഇമേജായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഇത്? എനിക്കറിയാം ചേട്ടന്റെ മനസ്സിലുള്ളത്. ചേട്ടൻ എന്തായാലും പറയരുത്. ഒരു ഡോൾ ആണെന്ന് എനിക്കറിയാം. അത് പെൺകുട്ടിയുടെ നമ്മളെ തലയിൽ രണ്ട് ഇതൊക്കെ ഉള്ള ഒരു ഡോൾ ആണെന്നാണ് എന്റെ വിശ്വാസം. റൂട്ട് ശരിയല്ലേ? അല്ല, എന്തായാലും ക്യാമറയൊന്നും കെട്ടില്ല, വേറെ ഒന്നുമല്ല. നമുക്ക് അഥവാ തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും പ്രേക്ഷകരെ കാണിക്കണം. എനിക്ക് നോക്കാൻ പറ്റുമോ? ഞാനൊരു ഡോള് നോക്കരുത്. ഓക്കെ,
ഇത് അലിയതൊക്കെ നമ്പറാണ് നമ്പർ. എനിവേ ഇതൊരു ഡോളാണ് എന്നുള്ള എന്റെ മനസ്സിലുള്ള സാധനം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് വേണ്ട, അതോടെ ഇരിക്കട്ടെ അല്ലേ. ഓക്കെ 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 ഒരു കാര്യം ചെയ്യാം. എനിക്ക് എന്തായാലും ചേട്ടൻ്റെ മനസ്സിലുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതങ്ങ് ചെയ്യാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്തായാലും ഞാൻ തുടങ്ങി വെച്ചതല്ലേ. ഞാൻ എന്തായാലും തുടങ്ങി വെച്ചത് തന്നെ ഞാനങ്ങ് പൂർത്തിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴെങ്കിലും ആണ് 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 വെയിറ്റ് നോക്കരുത്. ഓക്കെ, സമാധാനമായി. ഗിറ്റാർ ഇങ്ങനെയാണോ ഗിറ്റാർ വായിക്കുന്നത്? അറിയത്തില്ല. ഓക്കെ, എന്നാ ഗിറ്റാർ വായിച്ചാലോ? ഗിറ്റാർ തന്നെയാണോ കേട്ടോ? ഉറപ്പാണോ? ഗിറ്റാർ തന്നെയാണോ? ഗിറ്റാർ തന്നെയാണ്. ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ കാർഡ് വെച്ചു, ചേട്ടനത് സമ്മതിച്ചെടുത്തോളം കാലം ഇനി ഈ കാർഡിന്റെ ഉപയോഗമില്ല. ഓക്കെ, ഉണ്ട്, ഉപയോഗമുണ്ടോ? അപ്പൊ എന്തായാലും കാർഡ് ഇരിക്കട്ടെ. എന്തായാലും കാർഡ് ഇപ്പൊ എനിക്ക് ഉപയോഗപ്പെട്ടില്ലേ. ഓക്കെ, എനിവേ ഇതിനകത്ത് ഇനി വേറെ പിക്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെയും ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ ഒരുപാട് പിക്ചറുകളുണ്ട്. ക്രൗൺ ഉണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട്, ഫ്ലവർ ഉണ്ട്, വളരെ ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഗിറ്റാർ ഉണ്ട്, അതുപോലെ തന്നെ ജിറാഫ് ഉണ്ടായിരുന്നു. ഇതിലിങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ അരയന്ന ഉണ്ട്. ഇത്രയും സാധനത്തില് ഗിറ്റാറാണ് ചേട്ടാ ചൂസ് ചെയ്തല്ലേ? കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിവേ ഈ ഗിറ്റാർ ചേട്ടന് തരട്ടെ. പക്ഷെ ചേട്ടന് ഗിറ്റാർ തരുന്ന സമയത്ത് ഇവർക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ഞാനൊരു സംഭവം ഞാൻ ചെയ്തു തരാം, ഞാനായിട്ട് തന്നെ ചെയ്തു തരാം. വേറൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ പ്രതിവിധി നമ്മൾ തന്നെ കണ്ടുപിടിക്കണമെന്ന് പറയാറില്ലേ? അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ശ്രമം നടത്തുകയാണ്. ഇത് എന്തുകൊണ്ട് തോക്ക് തരുന്നു എന്ന് വെച്ചാല് ഞങ്ങളോടുള്ള ദേഷ്യം അതല്ല. ഇതിപ്പോ ചേട്ടൻ എന്തായാലും ചേട്ടന് ഞാൻ ഇത് കൊടുക്കുന്നു. ചേട്ടൻ ഇത് വായിക്കാൻ അറിയാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അഥവാ വായിച്ച് കൊളാക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ ഒന്ന് പ്രശ്നം തീർന്നില്ലേ? ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം ഞാനായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. യെസ്, മായ മണികണ്ഠൻ മജീഷ്യൻ പൊളിച്ചടുക്കി, സൂപ്പർ ആയിരുന്നു. ഈ പറയുന്ന പോലെ ബലൂണാട്ടും മാജിക്കും മെന്റൽസും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കിട്ടാന്നുള്ളത് വളരെ ചുരുക്കമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കൊന്ന് ബലൂണാട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഈ മെന്റലിസം മാജിക്കും കൂടെ വർക്ക് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഗംഭീരമായിരുന്നു. ഹലോ അവിടെ കളിച്ചോണ്ടിരിക്കുന്ന ഒരാള് അവന്റെ മോൾക്ക് കൊടുക്കാൻ വേണ്ടി പകരം എങ്ങനെയുണ്ടായിരുന്നു? ഹൗ എക്സൈറ്റിംഗ് വാസ് ഇന്നത്തെ ഈ ഒരു ഇത്? ഗംഭീരായിരുന്നു. എനിക്ക് ഇദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭാഷണ രീതിയാണെങ്കിലും അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ മൈൻഡ് റീഡ് ചെയ്യുമ്പോൾ പുള്ളിയുടെ ചില ആക്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇതെല്ലാം ഇതൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കലയാണ്, നമ്മളെ പെർഫോമൻസ് ആണല്ലോ. അപ്പം നമ്മളെ അറിയാതെ അതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കൊന്ന് ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരായ കുട്ടികളില്ലേ, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം അത്രയും നല്ല രസമായിട്ടുള്ള സംഗതിയാണ് അത്. നമ്മളെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്നാ തോക്ക് നാദിക്കയിലേക്ക് ചൂണ്ടു. നമുക്ക് നാദിക്കയുടെ കമന്റ്സ് കേൾക്കാം. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉള്ളതാണ്. ഒരു കലാകാരനിൽ അല്ലെങ്കിൽ ഒരു മജീഷ്യൻ, മെന്റലിസ്റ്റ്, പിന്നെ ബലൂൺ ആർട്ട് ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് ആണ്. ഇതല്ലാതെ ഇനി വേറൊരു കലാപരിപാടിയായിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമോ? ഉണ്ട്. വേറെ ഇനിയുള്ള എന്തൊക്കെയാണെന്നറിയോ? ഷാഡോ പ്ലേ ഉണ്ട്, പിന്നെ പപ്പറ്റ് ഷോ. ഷാഡോ പ്ലേ പപ്പറ്റ് ഷോ ഉണ്ടോ? അപ്പൊ അതായിട്ട് നെക്സ്റ്റ്. താങ്ക് യു സോ മച്ച്. സ്വന്തമായിട്ട് ഗൺ ചൂണ്ടി പറഞ്ഞോളൂ, ഹാൻഡ്സ് അപ്പ് പറഞ്ഞോളൂ. വിപിൻ ചേട്ടാ എന്താണ് പറയാനുള്ളത്? പറഞ്ഞു. നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് എപ്പോഴും ഭയങ്കര വണ്ടറാവേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യം പുള്ളി കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പം എങ്ങനെയാണ് ഇത് വരുത്തുന്നത് എന്നുള്ള എപ്പോഴും ഒരു വണ്ടറായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. ഉറപ്പായിരുന്നു നിങ്ങൾ ചെയ്യും എന്നുള്ളത് ഉറപ്പായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങളുടെ ഈ ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് തന്നെയായിരുന്നു മനസ്സിലായത്. അത് മാത്രമല്ല ഇത് രണ്ടും തന്നതിൽ
ഏറ്റവും വലിയ സന്തോഷം. ഞാനത് മോക്ക് കൊടുക്കാനുള്ള പ്ലാനാണ്. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന് എത്ര സ്റ്റാർസ് ആണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു റേറ്റിംഗ്, അതായത് നമുക്ക് ഇനിയും ഈ കലാകാരനെ ഇവിടെ വേണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇപ്പോൾ 4 സ്റ്റാർ 4 stars ആണ് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ വിച്ച് മീൻസ് വീണ്ടും തിരിച്ചു വരണം. നമുക്ക് ബാക്കി 2 ഷോകളും കൂടെ ഇവിടെ ചെയ്യാനുള്ളതാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് ബിബിൻചാനെ തന്നെ വിളിച്ചാലോ? പ്ലീസ് ജോയിൻ us. യെസ്, അപ്പോൾ 4 സ്റ്റാർ ആർട്ട് എന്നുള്ള ലേബിളാണ് ലഭിക്കാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടും സമ്മാനമായി ലഭിക്കുന്നു.